ഇതെന്ത് ഭക്ഷണമെന്ന് പിടികിട്ടിയോ? നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ താഴെ പ്ലേറ്റിലോട്ട് വന്ന് വീണ പോലെ ഉണ്ടല്ലേ. എന്നാൽ ഇത് നമ്മുടെ സാധാരണ ഇഡ്ഡലിയും ചട്നിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ എല്ലാ ദിവസവും കഴിക്കുന്നതിന് കുറച്ച് ചേഞ്ചൊക്കെ വന്നാലെന്ന് വിചാരിക്കില്ലേ, ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ. നമ്മുടെ ചോക്ലേറ്റ് മൗൾഡാണ്. സാധാരണ ഇഡ്ഡലി തയ്യാറാക്കുന്ന പോലെ തന്നെ നമുക്ക് ഇതിന് ചോക്ലേറ്റ് മൗൾഡിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലേക്ക് ഒരു എന്തെങ്കിലും ചുവട് കട്ടിയുള്ള പാത്രം, അതായത് നമ്മുടെ ഈ ഒരു മൗൾഡ് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു പാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് മതി കേട്ടോ, പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. സാധാരണ ഇഡ്ഡലിയുടെ മാതിരി 10 മിനിറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് വളരെ കുഞ്ഞൻ ഇഡ്ഡലിയല്ലേ, കാണുമ്പോൾ ഭയങ്കര രസമായിരിക്കും. ഒരു കൗതുകമല്ലേ, ഒരു പാത്രം നിറയെ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് നല്ല കുറുകിയ സാമ്പാറോ ഇഡ്ഡലി ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ തയ്യാറാക്കി ഇങ്ങനെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക രസം തോന്നുമല്ലേ. അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് സാധാരണ ഇഡ്ഡലിയേക്കാളും വ്യത്യസ്തമായിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് സമയമുള്ളപ്പോഴോ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു പ്രത്യേകത ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടുമ്പോൾ ഭയങ്കര രസമായിരിക്കും. കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ഇങ്ങനത്തെ ഒക്കെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല രസമുള്ളൊരു കൗതുകമുള്ളൊരു ഇഡ്ഡലി ആയിക്കോട്ടെ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചില സമയത്തൊന്ന് വ്യത്യസ്തമായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് തന്നെ കുറച്ചൊന്ന് റിലാക്സ് ആവും. നമുക്ക് സാധാരണ ഇഡ്ഡലിയാണ്, പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ ഒരു ഷേപ്പിൽ വ്യത്യാസം വരുമ്പോൾ കാണാനൊരു രസമുണ്ട്. ട്രൈ ചെയ്ത് നോക്കണേ.